ഗെയ്സ്, ഞാൻ എൻ്റെ ഇത് ഏകദേശം ഒരു 5 വർഷത്തിന് മുമ്പുള്ള പൊമ്മയാണ് കേട്ടോ. കണ്ടോ, എൻ്റെ മോൾക്ക് വാങ്ങിയതാണ്. ഇതിൻ്റെ നൂല് ഇത് പഞ്ഞിയൊക്കെ പുറത്തു വന്നു. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്ത് സുന്ദരനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് തയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇത് കളയാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് 2-3 സ്ഥലത്ത് ഒരുപാട് പ്രാവശ്യം ഇത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് വെച്ച് വാങ്ങിയതാണ്. അപ്പം എൻ്റെ അനിയത്തിക്ക് ഒരെണ്ണം വാങ്ങി, മോക്ക് വാങ്ങിക്കൊടുത്തു. എൻ്റെ മോക്ക് ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. അന്ന് ഇതിന് 350-400 രൂപയായി. അപ്പം സൂചി എടുത്തു. നൂല് ബ്ലാക്ക് നൂലാണ് കിട്ടിയത്, വേറെ നൂലില്ല. നമ്മൾ സൂചിയിൽ നൂല് ഉരുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇങ്ങനെയാണ്. എല്ലാവരും പറയും എനിക്ക് വയസ്സായെന്ന്. വയസ്സൊന്നും ആയില്ല, കണ്ട. ഇങ്ങനെയാണ് നൂല് കോർക്കാനുള്ളത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ വിട്ട സ്ഥലങ്ങളിലൊക്കെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, കളഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വേണ്ട, കളയാണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പം ഇപ്പോഴും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ കുളി നനയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെയാണോ, അങ്ങനെ അധിക സാധനമൊന്നും കളയത്തില്ല. ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാൻ കളയും. ഇങ്ങനെയുള്ള ഷോക്കേസ് സാധനങ്ങളൊന്നും മാക്സിമം യൂസ് ചെയ്യാൻ ഞാൻ നോക്കും. ഓക്കേ, ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങട്ടെ. അപ്പോൾ ഇതൊരു 2-3 സ്ഥലത്ത് വിട്ട് കിടക്കുന്നു. അതിനകത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഹാപ്പി സൺഡേ.